ആട് 3ന്റെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ കാത്തിരുന്നത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഗംഭീര ട്രെയിലർ തന്നെയാണ്, നല്ല എൻഗേജിങ് ട്രെയിലർ തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ റീയൂണിയൻ തന്നെയാണ്. പാർട്ട് 1ലും പാർട്ട് 2ലും എല്ലാവരും ഇതിൽ ഒന്നിച്ചിരിക്കുകയാണ് ഈ ഒരു ട്രെയിലറിലൂടെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോമഡി എലമെന്റ്സ് വർക്കാവുന്നുണ്ട് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തന്നെയായിട്ട്. അപ്പോൾ എന്തായാലും പടം കാണുമ്പോൾ അത് എന്തായാലും വർക്കാവേണ്ടതാണ്. സ്റ്റാർട്ടിങ് കുറച്ച് പീരിയഡ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്ത പോലെ നല്ല സീരിയസ് ആയിട്ടൊരു കഥ പറഞ്ഞു പോയി. പിന്നെ ജയസൂര്യന്റെ ആ ഒരു കോമഡി സീൻ സ്റ്റാർട്ട് ചെയ്ത് മുതൽ പിന്നെ ഫുൾ കോമഡി ആയിട്ടാണ് പോയത്. ട്രെയിലർ കട്ട്സ് നോക്കുകയാണെങ്കിൽ ഈവൻ ട്രെയിലർ കട്ട്സ് ആണെങ്കിൽ പോലും ഗംഭീരം തന്നെയാണ്. സൂപ്പർ ആയിട്ടാണ് ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേന്റെ ടീസർ അല്ലെങ്കിൽ ഈ ട്രെയിലർ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് കമന്റ് ബോക്സ് ഞാനത് നോക്കിയായിരുന്നു. എനിക്ക് മാത്രമാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ന രീതിയിൽ. ടീസറിന്റെ കൂടെ അല്ലെങ്കിൽ ഈ ട്രെയിലറിന്റെ കൂടെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ തീം മ്യൂസിക് ഉണ്ട് ഈ ഒരു ആട് സിനിമയിൽ. പാർട്ട് 1 ആണെങ്കിലും 2 ആണെങ്കിലും ആ തീം മ്യൂസിക് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ റിമിക്സ് പോലെ കൊടുത്തിരിക്കുകയാണ് ട്രെയിലറിൽ. അത് സൂപ്പറായിട്ട് സിങ്ക് ആവുന്നുണ്ട്. ഗംഭീര ടീസർ ട്രെയിലർ ആയിട്ടാണ് എനിക്ക് പിന്നീട് അങ്ങ് തോന്നിയത് ആ ഒരു 1 മിനിറ്റ് 47 സെക്കൻഡിന് ശേഷം. കാരണം റിമിക്സ് വന്നതോടെ അത്രയും നല്ല എൻഗേജിങ് ആയിട്ടാണ് ഈ ഒരു ട്രെയിലർ അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഓഡിയൻസ് നല്ലപോലെ വർക്ക് ആയിട്ടുണ്ട്. ഞാൻ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ഒരുപാട് പേര് ആ ഒരു ടൈമിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മുതൽ അങ്ങോട്ട് ടീസർ അങ്ങോട്ട് അടിപൊളിയാണെന്ന രീതിയിൽ. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ട്വിറ്ററിലോട്ട് നോക്കുമ്പോൾ പിന്നെ അങ്ങനെയല്ല കാഴ്ചകൾ കാണുന്നത്. വളരെ ആവറേജ് ആണ്, കളർ ഗ്രേഡിങ് കൊള്ളത്തില്ല. പിന്നെ മ്യൂസിക് ആണെങ്കിലും വളരെ ബോറായിട്ടുണ്ട്, BGM മാത്രം കൊള്ളാം. പിന്നെ അങ്ങനെ ഒരുപാട് മോശമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഹെയ്റ്റേഴ്സ്. ഇനി എനിക്ക് സംബന്ധിച്ചോളം സിനിമ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ നല്ലപോലെ ടീസ് ചെയ്തിട്ടുണ്ട് ട്രെയിലർ റിലീസിന് മുമ്പ് തന്നെയായിട്ട്. എന്തായാലും സിനിമ കാണാനുള്ള രീതിയിലൊരു ഹൈപ്പ് ഉണ്ട്. എന്തായാലും നിരാശയാക്കത്തില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ പറയുന്നത്. കാരണം ആട് 3 സിനിമയ്ക്ക് എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന കേരള ബോക്സ് ഓഫീസ് ഉണർത്താനായിട്ട് നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും വരാൻ പോവുകയാണ്. പൂരം കൊടിയേറി മക്കളെ കാത്തിരിക്കുന്നത് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് ചാനൽ.